വെൽക്കം ഗൈസ്. അപ്പോൾ നമ്മളിത് ഈ ഒരു വണ്ടിയുടെ മുകളിൽ നമ്മൾ ജസ്റ്റ് പ്രോഡിസ്ക് ഒന്ന് കയറ്റി നോക്കാൻ പോകുക കേട്ടോ. എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് അവൻ്റെ വണ്ടിക്ക് വേണ്ടി മേടിച്ചാണ്. അപ്പോൾ അവൻ്റെ വണ്ടി ഇപ്പോൾ കറൻ്റ് അവൈലബിൾ അല്ല. അപ്പോൾ അവനത് കയറ്റിയിട്ടില്ല. അപ്പോൾ ഞാനതൊന്ന് എടുത്തുകൊണ്ട് വന്ന് ഇതിൽ കയറ്റിയിട്ട് എന്തായിരിക്കും ഇതിൻ്റെ ലുക്ക് എന്ന് അറിയണം. അത് കൂടാണ്ട് നമ്മുടെ വണ്ടിയിൽ നമ്മൾ പുതിയൊരു സ്റ്റിക്കർ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എം സ്പോർട്ടിൻ്റെ സ്റ്റിക്കർ. ഒരാവശ്യമില്ല, ചുമ്മാ എടുത്ത് ഒട്ടിച്ചാണ്. എങ്ങനെ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ഒരു ബൾക്കി ഫീൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു എം മാറ്റിയിട്ട് അവിടെ ഒരു എസ് ആക്കുന്നുണ്ട് വെറുതെ ചുമ്മാ. അത് ഒരു രസത്തിന് വേണ്ടിയിട്ട് നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും തിരക്കേടില്ല. ഒരു 4 ദിവസം അങ്ങനെ കൊണ്ടുനടന്നോട്ടെന്ന് വെച്ച്. ടയറൊക്കെ ഒന്ന് ബൾക്കിയായ കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു ലുക്കേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു സാധനത്തിനെ പറ്റിയിട്ട് നിങ്ങളൊരു അഭിപ്രായം എന്താ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു പെയറിന് നമുക്ക് ഏകദേശം 420 റുപ്യ 450 റുപ്യ ആ ഒരു റേഞ്ചാണ് ചിലവായത് ടോട്ടല്. അപ്പോൾ അതെ ഇങ്ങനെ ഉണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്?